ഇനി നിങ്ങളോട് സംസാരിക്കുന്നത് പ്രിയങ്കാജിയാണ്. നിങ്ങൾക്കറിയാം, UDF സംവിധാനം എന്നും ഈ മൂത്തേടം എന്ന് പറയുന്ന പഞ്ചായത്ത് എന്നും അതിന് അതിശക്തമായ പിന്തുണ നൽകിയ പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഭൂരിപക്ഷം പ്രിയങ്കാജിക്ക് നമ്മൾ 65,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നിലമ്പൂര് കൊടുത്തത്. നിലമ്പൂർ വണ്ടൂര് കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭൂരിപക്ഷം നമ്മളാണ് കൊടുത്തത്. നിലമ്പൂര് UDFന്റെ ശക്തി കേന്ദ്രമാണ്. ആ UDFന് എന്നും ഞാനും കടപ്പെട്ടിരിക്കും എന്ന് മാത്രം പറയുന്നു. നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയങ്കാജിയെ ക്ഷണിക്കുന്നു. വേദിയിലുള്ള നമ്മുടെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രിയങ്കരായ ബഹുമാനരായ നേതാക്കന്മാർ, ഇന്ന് ഈ റാലിയിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന എന്റെ പ്രിയങ്കരായ സഹോദരി സഹോദരന്മാർ, നിങ്ങളെ എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. You have waited for us in this pouring rain. I know what it means. It means that you wanted to welcome us from your hearts, you want to hear what we have to say for you, and you support us wholeheartedly. നിങ്ങൾ ഈ കനത്ത മഴയിലും ഇന്നിവിടെ നിങ്ങൾ എത്തിയിരിക്കുന്നു. നിങ്ങൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എനിക്കറിയാം. നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഞങ്ങളെ കാണാൻ നിങ്ങൾ എത്തിയിരിക്കുന്നു. ഞങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ എത്തിയിരിക്കുന്നു. നിങ്ങൾ UDFനുള്ള പിന്തുണ നിങ്ങൾ പ്രഖ്യാപിക്കുന്നു. Before I start speaking, I want to thank all of you from the bottom of my heart for the immense support that you gave me in my election. എന്റെ ഇലക്ഷന് ഞാൻ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ നിങ്ങൾ എനിക്ക് നൽകിയ ഏറ്റവും വലിയ പിന്തുണയ്ക്ക് ഞാൻ നിങ്ങളോടുള്ള കടപ്പാട് രേഖപ്പെടുത്തുന്നു. You belong to a culture and a tradition that stands for everything our constitution and our nation stands for. നിങ്ങൾ ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്നത് നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ ഈ രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന എല്ലാത്തിനെയും പ്രതിനിധീകരിക്കുകയാണ് നിങ്ങൾ ഇവിടെ എത്തുന്നത്. You have a multi-religious culture, a truly secular culture that deserves the respect of the whole of India. നിങ്ങൾ ഏറ്റവും മതേതരമായ, നിങ്ങൾ എല്ലാ മതങ്ങളെയും അംഗീകരിക്കുന്ന, ഈ രാജ്യത്തിന്റെ മുഴുവൻ പിന്തുണ അറിയിക്കുന്ന ഒരു ജനതയാണ് നിങ്ങൾ. Members of your society here have worked tirelessly to build it, to strengthen your society and to strengthen your roots. നമ്മുടെ പൂർവികർ ഉൾപ്പെടെ നമ്മൾ എല്ലാവരും ഈ ആഴത്തിലേക്ക് നമ്മുടെ മതേതരത്തെയും നമ്മുടെ ഒരുമയും നമ്മൾ പടുത്തുയർത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. I feel so proud whenever I visit because I see schools, orphanages, universities, so many good works done by your community. ഞാൻ ഇവിടെ എത്തുമ്പോഴെല്ലാം എനിക്ക് അഭിമാനം തോന്നുകയാണ്. നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ അനാഥാലയങ്ങൾ, നമ്മുടെ സർവകലാശാലകൾ അങ്ങനെ എത്രയോ മഹത്തരമായ പ്രവർത്തനം നടത്തിയ നാടാണ്. It is this culture, this ideology, this spirit of service, of community, regardless of religion, regardless of differences, that we are fighting for. നമ്മുടെ വ്യത്യസ്തമായ ഈ ഇതിനകത്ത് നിന്നുകൊണ്ട് ഈ സമൂഹത്തിന്റെ ഒരുമയും ഈ സമൂഹത്തിന്റെ ഒരുമിച്ചുള്ള ഒരു പ്രതീക്ഷയും വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഈ രാജ്യത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. And there is nothing more important today than for us to strengthen your culture, strengthen this tradition of unity with which we can stand together as one and face everything that we have to face. നമ്മൾക്ക് നമ്മുടെ സംസ്കാരത്തിന്, നമ്മുടെ പൈതൃകത്തിന്, നമ്മുടെ ചരിത്രത്തിന് എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പോരാട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട
especially today, when there is so much anger, so much divisiveness being spread, we need to be clear. We need to speak for peace. We need to speak for development. And we need to elect decent, courageous people who devote their time towards real work, helping to uplift society and understanding very well what their duty towards the people is. ഇന്ന് ഈ രാജ്യം വിഭജിച്ചു നിൽക്കുമ്പോൾ, ഈ രാജ്യത്ത് വലിയ രീതിയിലുള്ള വിദ്വേഷം പടർത്തുമ്പോൾ, നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനം നമ്മുടെ ജനങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആ നടത്തേണ്ട പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. You face immense difficulties in your daily life. നിങ്ങൾ നിങ്ങളുടെ നിത്യജീവിതത്തിൽ വലിയ കഷ്ടപ്പാടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. I have been your MP now for 7 months. ഞാനിപ്പോൾ 7 മാസമായിട്ട് നിങ്ങളുടെ ജനപ്രതിയായി MP ആയി നിൽക്കുകയാണ്. I travel to all parts of the constituency. ഞാൻ ഈ നിയോജകമണ്ഡലത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഞാൻ യാത്ര ചെയ്യുന്നുണ്ട്. And I am beginning slowly to understand what your issues are, what your problems are. ഞാൻ അങ്ങനെ പതുക്കെ നിങ്ങളുടെ വിഷയങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. What I can see is tremendous strength of will and courage in facing whatever it is that you have to face. നിങ്ങൾ എന്ത് കഷ്ടതകൾ നിങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും നിങ്ങൾക്കുള്ള ഒരു വലിയ ഒരു ധൈര്യം, നിങ്ങളുടെ കരുത്ത് അത് ഞാൻ കാണുന്നുണ്ട്. I've just come from the house of someone who had been killed by a tiger. ഞാനിപ്പോൾ ഒരു മനുഷ്യൻ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു മനുഷ്യന്റെ വീട്ടിൽ പോയിട്ടാണ് വരുന്നത്. I met his wife, his 2 daughters and his little son. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ കണ്ടു, അദ്ദേഹത്തിന്റെ 2 പെൺമക്കളെ കണ്ടു, ഒരു കുട്ടിയെ ഞാൻ കാണുകയുണ്ടായി. One of the big problems you are facing is the human-animal conflict. നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് മനുഷ്യ-വന്യജീവി സംഘർഷമാണ്. I can understand how upsetting this is for you. When you work hard to cultivate your crops and due to this problem, the crops are destroyed, lives are destroyed, livelihoods are destroyed. എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ കൃഷിയിടങ്ങൾ നിങ്ങൾ വളർത്തിക്കൊണ്ടിരുന്നു, അവിടെ കൃഷി ചെയ്തു വരുമ്പോൾ ഈ വന്യമൃഗ ആക്രമണത്തിൽ ആ കൃഷി നഷ്ടപ്പെടുന്നു, നിങ്ങളുടെ ജീവനുകൾ നഷ്ടപ്പെടുന്നു. I was thinking when I went to the 4th house, which is just outside your constituency here, that this is now the 7th time that I have visited somebody who has died because of this conflict. ഞാനിപ്പോൾ നിങ്ങളുടെ നിയോജകമണ്ഡലത്തിന്റെ തൊട്ടടുത്തുള്ള ഗഫൂറിന്റെ വീട്ടിൽ ഞാൻ പോയിട്ട് വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഈ ചെറിയ കാലയളവിൽ 7ാമത്തെ വന്യമൃഗ ആക്രമണത്തിൽ മരണപ്പെട്ട ആളെയാണ് കാണുന്നത്. It is very important for us to find concrete measures to protect lives and to protect livelihoods. നമുക്ക് നമ്മുടെ ജീവനോപാധിയും സംരക്ഷിക്കാൻ ഏറ്റവും വലിയ പ്രവർത്തനം നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്, അത് സംരക്ഷിക്കേണ്ടതുണ്ട്. There is a lot of talk, but as you know, the state government is not trying hard enough to resolve this issue. ഒട്ടേറെ സംസാരം നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷെ ഞാൻ പറയട്ടെ, സംസ്ഥാന സർക്കാർ ഇത് പ്രതിരോധിക്കുന്നതിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല, ചെയ്യുന്നില്ല. It was deeply disturbing to know about Anantu, who was electrocuted by an illegal electrical fence near Nilambur. നിലമ്പൂരിനടുത്ത് ഒരു അനധികൃതമായിട്ടുള്ള ഒരു വൈദ്യുതി കെണിയിൽപ്പെട്ട് അനന്തു എന്ന് പറയുന്ന നമ്മുടെ ചെറുപ്പക്കാരൻ മരണപ്പെട്ടത് വലിയ ദുഃഖമുണ്ടാക്കിയ സംഭവമാണ്. My heart goes out to his family. I hope Shanu Vijay and Yadu Krishnan, who were injured in the same incident, are better now. ഞാൻ അവരെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. ആ അപകടത്തിൽ പരിക്കേറ്റ ഷാനു വിജയനും അതുപോലെ തന്നെ യദു കൃഷ്ണനും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. I was told that local people had complained about this issue before this incident happened. ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ ഈ വിഷയത്തെ സംബന്ധിച്ച് ഈ സംഭവം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അധികൃതരെ അറിയിച്ചിരുന്നു. Yet no action was taken. പക്ഷേ എന്നിട്ടും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല. So it's very important that we all work together to put in proper systems to protect lives. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് വലിയ ഒരു സംവിധാനം ഒരുക്കിക്കൊണ്ട് ജനങ്ങളുടെ ജീവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തേണ്ടത് അടിയന്തരമായി ആവശ്യമാണ്. We need to put in the systems
that enable authorities to react with urgency when such issues are highlighted. നമുക്ക് ഇത്തരത്തിലുള്ള ഘട്ടത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അധികൃതർക്ക് പെട്ടെന്ന് അതിനോട് പ്രതികരിക്കാൻ കഴിയുന്ന രീതിയിൽ സംവിധാനം ഒരുക്കേണ്ടതുണ്ട്. Even our UDF cadres have to be alert to help and to impress upon authorities when such issues need urgent action, so that accidents do not happen. ഇത്തരത്തിലുള്ള അടിയന്തര സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ UDF-ന്റെ പ്രവർത്തകർ അധികാരികളോട് ഏറ്റവും അധികം സമ്മർദ്ദം ചെലുത്തേണ്ടതും ജാഗ്രതയോടെ നിൽക്കേണ്ടതും ഞാൻ മനസ്സിലാക്കുന്നു. There is no point blaming old laws or saying that it is somebody else's fault. When we are in government, when it is the state government, then it is the government's responsibility to place basic protections for lives and livelihoods. നമ്മൾ പഴയ നിയമത്തെ സംബന്ധിച്ചും മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചും നമുക്ക് പറഞ്ഞു കഴിയുന്ന കാര്യമില്ല. ഒരു സർക്കാർ ഉള്ളപ്പോൾ ആ സർക്കാരിന്റെ ജനങ്ങളുടെ ജീവിതം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളത് പ്രാഥമികമായ ഉത്തരവാദിത്തമാണ്. So many of my sisters are here. You have come here to hear us speak. എന്റെ ഒട്ടേറെ സഹോദരിമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങളിവിടെ ഞങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുന്നതിന് വേണ്ടി എത്തിയതാണ്. I know the plight of the ASHA workers of Kerala. കേരളത്തിലെ ആശാ വർക്കർമാരുടെ വിധി ദുരിതം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. One of my tours over here, I met a number of them together. We had a long discussion. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറേയധികം ആശാ വർക്കർമാരെ കാണുകയും അവരോട് ദീർഘനേരം ഞാൻ സംസാരിക്കുകയും ചെയ്തിരുന്നു. They are proud, brave women. They performed heroic services for the community during COVID. അവർ വലിയ ഒരു കരുത്തുള്ള സ്ത്രീകളാണ്. അവർ വലിയ അഭിമാനികളായ സ്ത്രീകളാണ്. നമ്മുടെ കോവിഡിന്റെ സമയത്ത് ഏറ്റവും അധികം പ്രവർത്തനം നടത്തിയത് അവരായിരുന്നു. And yet today they are protesting for their basic right. പക്ഷേ അപ്പോഴും അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശങ്ങൾക്ക് വേണ്ടി അവർക്ക് പ്രതിഷേധിക്കേണ്ടി വരികയാണ്. When one of them told me that in the beginning, when the ASHA worker program had begun, it used to be a voluntary thing. They could say we are free from so many hours to so many hours to work. ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഈ സ്കീം ആരംഭിച്ചപ്പോൾ അത് വെറും ഒരു വോളണ്ടറി ആയിട്ടുള്ള നമ്മൾ സന്നദ്ധ പ്രവർത്തനം പോലെയായിരുന്നു. വളരെ ചുരുങ്ങിയ സമയത്ത് ചില മണിക്കൂറുകൾ മാത്രം ചെയ്യേണ്ട ഒരു പ്രവർത്തനമായിരുന്നു. They said to me that today they have to be available 24 hours a day, 7 days a week. അവർ എന്നോട് പറഞ്ഞു ഇപ്പോൾ അവർക്ക് 24 മണിക്കൂറും ഒരാഴ്ചയിൽ 7 ദിവസവും അവർക്ക് പ്രവർത്തിക്കേണ്ട ചുമതലയുണ്ട്. Anytime they receive a call for some help, they have to go. എപ്പോൾ ഒരു ആവശ്യമായി ഉന്നയിച്ചുകൊണ്ട് ഒരു സഹായത്തിന് വേണ്ടി ഒരു വിളി അവർക്ക് എത്തുന്നു അപ്പോഴെല്ലാം അവർ പോകേണ്ടതായിട്ടുണ്ട്. So if they are asking for a reasonable raise in their honorarium, if they are simply asking that after years of working as an ASHA worker, give us at least 5 lakhs as a retirement amount, what is wrong with what they are asking? അങ്ങനെ ജോലി ചെയ്യുന്നവർ അവർ ചെയ്യുന്ന പ്രവർത്തനത്തിന് അവർക്ക് അർഹിക്കുന്ന ഒരു ഓണറേറിയം ലഭിക്കണമെന്ന് വർദ്ധനവ് ലഭിക്കണമെന്ന് പറയുമ്പോൾ അവർ പിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് 5 ലക്ഷം രൂപ അവർ ഇത്രനാൾ ചെയ്ത സേവനത്തിന് ലഭിക്കണമെന്ന് പറയുമ്പോൾ അതിലെന്താണ് തെറ്റ്? Is it not their right? അത് അവരുടെ അവകാശമല്ലേ? So many of them told me, we are doing ASHA work. We come home, we look after our children, we look after the whole family, we have to still cook food, we have to clean our home. Our work never stops. അവരിൽ പലരും എന്നോട് പറഞ്ഞു ഞങ്ങൾ ഈ പുറത്തുള്ള എല്ലാ പണിയും ചെയ്യണം, അതിനുശേഷം വീട്ടിൽ വന്ന് വീട്ടിലെ പണികൾ ചെയ്യണം, ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കണം, വീട് വൃത്തിയാക്കണം, ഞങ്ങൾ ഈ പണികളെല്ലാം ചെയ്യണം, ഞങ്ങളുടെ ജോലി ഒരിക്കലും അവസാനിക്കുന്നില്ല. And yet they don't get the recognition that they deserve from the government. എന്നിട്ടും ഈ സർക്കാരിൽ നിന്ന് അവർക്ക് ലഭിക്കേണ്ട അംഗീകാരം അവർക്ക് ലഭിക്കുന്നില്ല. In the same way, the LDF government pays 1,600 rupees a month as welfare pension to over 62 lakh beneficiaries. അതുപോലെ തന്നെയാണ് സംസ്ഥാനത്തെ ഏകദേശം 62 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് സർക്കാർ 1,600 രൂപ പെൻഷൻ വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. But this pension is being politicized. പക്ഷേ ഈ പെൻഷനും രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണ്. It must be given on time. It cannot be given at the will of the government when it suits them, when the election is there, when it's not there, just because it suits the government. People depend on this pension. അവർക്ക്
അവർക്ക് ആ പെൻഷൻ സമയത്ത് ലഭിക്കേണ്ടത് ആവശ്യമാണ്. സർക്കാരിന് തോന്നുമ്പോൾ അവർക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് അല്ല ഈ പെൻഷൻ കൊടുക്കേണ്ടത്. അവർക്ക് പെൻഷൻ കിട്ടേണ്ട സമയത്ത് ആ പെൻഷൻ ലഭിക്കാൻ അവർക്ക് അർഹതയുണ്ട്. The government you elect has a duty and a responsibility towards you. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു സർക്കാരിന് നിങ്ങളോട് ഒരു ഉത്തരവാദിത്തമുണ്ട്. നിങ്ങളോട് പ്രവൃത്തി ചെയ്യേണ്ട ബാധ്യതയുണ്ട്. You have now seen for the last 10 years what the state government is capable of and what it has done. നിങ്ങൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ സംസ്ഥാന സർക്കാരിന് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്നും എന്താണ് ചെയ്തത് എന്നും നിങ്ങൾ കണ്ടിട്ടുണ്ട്. It is time for you to bring about change. And this election is an opportunity to take the first step towards that change. ഈ സംസ്ഥാനത്ത് ഒരു മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട്. ആ മാറ്റത്തിന് വേണ്ടിയ ആദ്യത്തെ അവസരമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ്. What is that change എന്താണ് ആ മാറ്റം that I am talking about? ഞാൻ സംസാരിക്കുന്ന ആ മാറ്റം എന്താണ്? It is the change from having a government that cares deeply about you, that works towards resolving towards your problems. That is the change that I am talking about. നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്ന, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു ഗവൺമെന്റ്, ഒരു സർക്കാർ, ആ സർക്കാരിനെ കുറിച്ചാണ് ഞാൻ മാറ്റം എന്ന് വേണ്ടത് എന്ന് പറയുന്നത്. It is not just in Kerala today, but in the entire nation that politics comes first and people are coming second. കേരളത്തിൽ മാത്രമല്ല, പക്ഷേ ഈ രാജ്യത്ത് മുഴുവൻ ഇന്ന് ജനങ്ങൾക്ക് മേലെയായി രാഷ്ട്രീയത്തെ കൊണ്ടുവന്നിരിക്കുന്ന സാഹചര്യമുണ്ട്. Your lives, your livelihoods should not be politicized. നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ജീവനോപാധികളും ഒരിക്കലും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൂടാ. Your pensions should not be politicized. നിങ്ങളുടെ പെൻഷൻ ഒരിക്കലും രാഷ്ട്രീയവൽക്കരിച്ചുകൂടപ്പെട്ടുകൂടാ. Your Asha workers' wages should not be politicized. നിങ്ങളുടെ ആശാ വർക്കർമാരുടെ കിട്ടേണ്ട വേതനം അത് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൂടാ. These are your rights. ഇത് നിങ്ങളുടെ അവകാശങ്ങളാണ്. And so bring in a government that understands this. അതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഗവൺമെന്റിനെ കൊണ്ടുവരേണ്ടതുണ്ട്. Bring in people like Aryakan Shaukarji who work in a dedicated and committed fashion for you. ആര്യാടൻ ഷൗക്കത്തിനെ പോലെ നിങ്ങളോട് പ്രതിബദ്ധതയോടുകൂടി, നിങ്ങളോട് സമർപ്പണബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു MLA കൊണ്ടുവരേണ്ടതുണ്ട്. His father, Sri Aryakan Muhammad, was a popular leader in Nirapur. You all knew him very well. അദ്ദേഹത്തിന്റെ പിതാവ് ശ്രീ ആര്യാടൻ മുഹമ്മദ് ഈ നിലമ്പൂരിലെ നിങ്ങൾ എല്ലാവരും അറിയുന്ന ഏറ്റവും വലിയ ജനപ്രിയനായ ഒരു നേതാവായിരുന്നു. He himself became Panchayat President and Municipal Chairman and did a lot of good work for the municipality. ആര്യാടൻ ഷൗക്കത്ത് തന്നെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ മുനിസിപ്പൽ ചെയർമാൻ എന്ന രീതിയിൽ ഒട്ടേറെ വികസന പദ്ധതികൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. He will continue his father's legacy and he will continue to work with you with the same dedication, with the same commitment and the same respect that his father did. അദ്ദേഹത്തിന്റെ പിതാവ് ഇവിടെ പ്രവർത്തിച്ചതുപോലെ അതേ സമർപ്പണബോധത്തോടുകൂടി അതേ പ്രതിബദ്ധതയോടുകൂടി നിങ്ങളോടൊപ്പം അദ്ദേഹം പ്രവർത്തിക്കും എന്നെനിക്കറിയാം. And he has already proved that by his long career in politics and by all the good works he's done. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതിനു മുൻപ് തന്നെ തെളിയിച്ചിട്ടുണ്ട്. To my friends here who are workers and colleagues of the UDF, let's work hard and let's work together towards this election. I am so happy to see that so many of you are here and camping here to make this a successful campaign. ഇവിടെ എന്റെ UDFന്റെ സഹപ്രവർത്തകർ ഇവിടെയുണ്ട്, പ്രവർത്തകരുണ്ട്. അവരോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് നിങ്ങളുടെ വലിയ രീതിയിലുള്ള ഒരു ഊർജ്ജത്തോടുള്ള പ്രവർത്തനം നിങ്ങൾ നടത്തണം. നിങ്ങളിൽ പലരും ഇവിടെ ഉണ്ട്, ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ മുന്നിൽ തന്നെ ഉണ്ട് എന്ന് എനിക്കറിയാം. My sisters, brothers, let us send a message to the whole of Kerala from here. Let us tell all the people who are fighting different elections after 1 year that what we want is a government that works for the people. What we want is our representatives that are committed and dedicated to the people of Kerala and to making a stronger future for you.
അതുകൊണ്ട് എന്റെ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, കേരളത്തിന് മുഴുവൻ ഒരു സന്ദേശമായി ഈ തെരഞ്ഞെടുപ്പ് മാറണം. കേരളത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കരുത്തരായ, ജനങ്ങൾക്ക് പ്രതിബദ്ധതയോട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഉണ്ടാക്കാൻ MLA-മാരെ തെരഞ്ഞെടുക്കുക എന്നുള്ള സന്ദേശമാകണം ഈ ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് മുന്നോട്ട് പോകുന്നത്. And on my part, because I am your MP, I also want to tell you that if you elect Shaukat ji, Aryandan Shaukat ji, it makes my work easier also. ഞാൻ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, വയനാടിന്റെ MP എന്ന നിലയിൽ പറയട്ടെ, നിങ്ങൾ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കുകയാണെങ്കിൽ എന്റെ പ്രവർത്തനവും വളരെയധികം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. Because when we need to get work done for you, we can do it together. We can put all our resources and all our force and strength into doing it both together. കാരണം നമുക്ക് ഒരു പ്രവർത്തനങ്ങൾക്ക് മുമ്പ് മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ കഴിയും. നമ്മുടെ എല്ലാ വിഭവങ്ങളും നമ്മുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. So I hope that on the day of the election you will remember all these things I've said. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ദിവസം ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ ഓർത്തു വെക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. And you will make him victorious. ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ നിങ്ങൾ വിജയശ്രീലാളിതനാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. So that we can work with even more dedication and double force for you. അതുകൊണ്ട് നമുക്ക് ഇരട്ട ശക്തിയോടുകൂടി കൂടുതൽ സമർപ്പണത്തോടുകൂടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും. Thank you, all the very best, and thank you again for waiting for us in this lane.